ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 100% പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിന് മുകളിലോട്ടും പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പുതിയതായിട്ട് ബിസിനസ് പ്ലാൻ ചെയ്യുന്ന പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ ഹുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് മുതലാണ് നോക്കിക്കഴിഞ്ഞാൽ, ടൗൺ ആയാലും നാട്ടിൻ പ്രദേശമായാലും ശരി, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഒരുപാട് ബിസിനസ്സുകൾ പുതിയ പ്രൊജക്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഷോപ്പിൻ്റെ രൂപത്തിലും വലിയ റീറ്റെയിലും ഹോൾസെയിലും പല രീതിയിലും പല ഓൺലൈൻ ലെവലിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബിസിനസ് മേഖലയിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമുക്കറിയാം ഷോപ്പിലൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് റാക്കുകൾ അല്ലെങ്കിൽ സ്റ്റാൻഡുകൾ, ബോർഡുകൾ, ഫ്രെയിമുകൾ, ഹാങ്ങിങ്ങുകൾ, ഇങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ടല്ലോ. നമുക്ക് ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ മാർക്കറ്റിൽ. പണ്ടൊക്കെ നമ്മളത് ആദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആ ഷോപ്പിലേക്ക് ഒരു പണിക്കാരൻ വിളിച്ചോടും, നമ്മളത് നമുക്ക് വേണ്ട രീതിയിൽ അത് സെറ്റ് ചെയ്യിക്കാറാണ് നമ്മൾ പതിവ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ഒരു ഷോപ്പ് ഒരാൾ തുടങ്ങുന്ന സമയത്ത് നോർമലി നമ്മൾക്ക് എന്താണോ നമ്മളെ ഷോപ്പ്, ഇപ്പോൾ റെഡിമെയ്ഡ് ടെക്സ്റ്റൈൽസ് ആണോ, അല്ലെങ്കിൽ സലൂണാണോ, അല്ലെങ്കിൽ കോസ്മെറ്റിക് ഷോപ്പാണോ, ഏതും ഹോട്ടലാണോ, ഏത് രീതിയിലുള്ള ഷോപ്പാണെങ്കിലും ഏത് തരത്തിലുള്ള ഷോപ്പാണെന്നുണ്ടെങ്കിലും നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിന് ആവശ്യമായിട്ടുള്ള എന്താ പറയുക, റാക്കുകൾ, അതിനുവേണ്ട ഇൻറ്റീരിയൽ ഐറ്റംസുകൾ, അല്ലെങ്കിൽ അതിന് ഡിസ്പ്ലേ ചെയ്യുന്ന നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിസ്പ്ലേ ചെയ്യാൻ പാകമുള്ള ബോർഡുകൾ, അല്ലെങ്കിൽ സ്റ്റാൻഡുകൾ, ഹാങ്ങറുകൾ, ഇതുപോലെയുള്ള ഐറ്റംസുകൾ ഒക്കെ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ സാധ്യത വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആളുകൾ ഇത് റെഡിമെയ്ഡ് മേടിച്ച് വെക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ആളുകളെ കൊടുന്ന് വെച്ച് അത് മാനുവലിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കിക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു മോഡൽ, ഇപ്പോൾ ആ ഒരു മോഡലുകളെ ഒരു കടയിൽ സ്വരൂപിച്ച് വെച്ചിട്ടുകൊണ്ട് നമ്മൾക്കതിനെ വാങ്ങാൻ കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഞാനിപ്പോൾ ഈ തൊട്ടടുത്ത ദിവസം ഞാൻ പുതിയ ഷോപ്പ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ 2-3 ഷോപ്പുകളിലൊക്കെ പോയിട്ടുണ്ടായി. അപ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ ഒരു ഐറ്റംസിൻ്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, വിശാലമായിട്ടുള്ള കളക്ഷൻസും ഷോപ്പുകളൊക്കെ നമ്മൾ കാണാനിടയായത്. കാരണം മാത്രമല്ല, ഭയങ്കരമായിട്ടുള്ള റേറ്റ്. നമ്മളൊക്കെ ചെറിയ സാധനങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് അത് ചെറുതാണ് എന്നൊക്കെ തോന്നിപ്പോയെങ്കിലും ഭയങ്കരമായിട്ടുള്ള റേറ്റും കാര്യങ്ങളാണ്. അത് അലുമിനിയത്തിൻ്റെതും അല്ലെങ്കിൽ മെറ്റൽസിൻ്റെതും മറ്റുള്ള വുഡിൻ്റെതും സ്റ്റെയിൻലെസ് സ്റ്റീലിലും കമ്പിയിലൊക്കെ പല രീതിയിലുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഹൈ മാർജിനുമുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബിസിനസ് നമുക്കിപ്പോൾ ഒരു ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ ഷോപ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്റ്റാൻഡുകൾ, ഐറ്റംസുകളൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഈ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റാർട്ടിങ് ലെവലിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസുകൾ നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ഫാസ്റ്റായിട്ട് നമ്മൾ മാർക്കറ്റിൽ മൂവ് ചെയ്യുന്ന കുറച്ച് കടക്കാരൊക്കെ അല്ലെങ്കിൽ ഷോപ്പുകൾ, പുതിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നവർ മേടിക്കുന്ന ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള കുറച്ച് ഐറ്റംസുകളെ കുറിച്ചിട്ട് നമ്മൾ നമ്മൾ അതിനെ വാങ്ങാൻ ശ്രമിക്കുക. അതിലിപ്പോൾ നമുക്ക് എടുത്ത് പറയാവുന്നത്, നമുക്ക് ഈ വാച്ചിൻ്റെ ഡിസ്പ്ലേ ചെയ്യുന്ന സംഭവങ്ങൾ, അതിപ്പോൾ അതേപോലെ വാച്ച് ഡിസ്പ്ലേ ചെയ്യുന്ന സ്റ്റാൻഡുകൾ, അതേപോലെ പെർഫ്യൂം ഡിസ്പ്ലേ ചെയ്യുന്ന ട്രേകൾ, അതേപോലെ തന്നെ സൺഗ്ലാസസ്, മൊബൈൽ ആക്സസറീസ്, വാൾ ഷെൽഫ്സ്, അതേപോലെ തന്നെ കൗണ്ടർ ഡിസ്പ്ലേ ബോക്സസ്, LED സ്ട്രിപ്പ് ലൈറ്റ്, ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ കേട്ടോ, ഗ്ലാസിൻ്റെതും മെറ്റൽസിൻ്റെ ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസുകൾ നമുക്കിപ്പോൾ അതുണ്ടാക്കാൻ അറിയുന്ന ആളുകൾ, അതിൻ്റെ കാർപ്പറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിക്കാം. അതല്ല, നമുക്കിതിനെ ഹോൾസെയിൽ രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ട് നമുക്ക് കൊടുത്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിതിനെ
നമ്മൾക്ക് മാർക്കറ്റ് നമ്മളെ ഒരു ഷോപ്പാക്കി സെറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നല്ല രീതിയിൽ ഇതിനെ ബിസിനസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് ബെസ്റ്റായിട്ട് പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ബിസിനസ് പുതിയൊരു ഷോപ്പ് തുടങ്ങാൻ പോകുന്ന സമയത്ത് എനിക്ക് എമർജൻസി ആയിട്ട് അവിടെ അതിന് ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് മാനുവൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് അത് മാനുവലായിട്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ടൈം എടുക്കും. ചിലപ്പോൾ അതിന് പണിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അതിന് ഫിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതിൻ്റെ മെറ്റീരിയൽസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ സംഭവിക്കാം. പക്ഷേ നമുക്ക് സഡൻലി അതിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതുപോലുള്ള ഷോപ്പുകളെ സമീപിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഷെൽഫുകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഹാങ്ങേഴ്സ് അല്ലെങ്കിൽ ഷോക്കേഴ്സുകൾ, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾക്ക് നേരെ വാങ്ങിക്കൊടുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് നമുക്ക് നേരെ വാങ്ങിക്കൊടുന്ന അതിൽ ഫിറ്റ് ചെയ്യൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പുതിയ ഷോപ്പുകളൊക്കെ തുടങ്ങുന്ന ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബിസിനസ് സംരംഭങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ടും അല്ലെങ്കിൽ അവരെ നമ്മൾ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓർഡറുകളൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 1 lakh rupees ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. മാത്രമല്ല മാർജിൻ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 30% മുതൽ 100% മുകളിൽ വരെയും നമുക്ക് മാർജിനുള്ള ഹൈ മാർജിൻ പ്രൊഡക്റ്റുകളാണിത്. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ബിസിനസ് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന സംഭവമാണ്. നമുക്ക് നഷ്ടം വരാത്തൊരു ബിസിനസ് കൂടിയാണ്. പിന്നെ നമുക്ക് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ കസ്റ്റമേഴ്സിന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സംഭവം നമ്മളെ കയ്യിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, സ്പോട്ടിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കതിനെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാർജിൻ കൂടും, നമുക്ക് ഹൈ മാർജിനായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2000 രൂപയുടെ സാധനമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കത് വിൽക്കുന്നത് നമ്മൾ 5000 മുതൽ 8000 രൂപ വരെയുള്ള ഒരു പ്രൈസ് ലെവലിലാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും ഹ്യൂജ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്ന ഐറ്റംസുകളാണ്. അതിപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ ഞാൻ ഒരു 3-4 ഷോപ്പുകൾ വിസിറ്റ് ചെയ്തതിൽ നിന്ന് എനിക്ക് അവരുമായിട്ട് സംസാരിച്ച് മനസ്സിലായ കാര്യം കേട്ടോ. ഇതിൻ്റെ കസ്റ്റമേഴ്സിനെ നമുക്ക് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ പുതിയ ഷോപ്പുകൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ഷോപ്പുകൾ വർക്ക് കിടക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ അതുപോലെയുള്ള വർക്ക് കിടക്കുന്ന പുതിയ ഓപ്പൺ ആവാനിരിക്കുന്ന ഷോപ്പുകളെ സമീപിക്കാം. അതേപോലെ തന്നെ വാച്ച് ഷോപ്പുകൾ, മൊബൈൽ ഷോപ്പുകൾ, പെർഫ്യൂം ഷോപ്പുകൾ, കോസ്മെറ്റിക് ഷോപ്പുകൾ, ഫാൻസി ഷോപ്പുകൾ, ഇതുപോലെയുള്ള ഷോപ്പുകൾ നമ്മൾ ഡയറക്റ്റ് പോയി വിസിറ്റ് ചെയ്തിട്ട്, ഇനിയിപ്പോൾ പഴയ ഷോപ്പുകളാണ്, റണ്ണിങ്ങിലുള്ള ഷോപ്പുകളാണെങ്കിൽ പോലും ഡോണ്ട് വറി, നമുക്ക് അവരായിട്ട് സംസാരിച്ചിട്ട് അവരത്തിലുള്ള ചിലപ്പോൾ അവർക്ക് വല്ല ചേഞ്ചസ് ആവശ്യമുണ്ടായിരിക്കാം, ചിലപ്പോൾ അവർക്ക് വേറെ രീതിയിലുള്ള വല്ല ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള പല രീതിയിലും ഇതിന് അവർക്ക് ആവശ്യമായിട്ട് വരാൻ സാധ്യത. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവർക്ക് ആവശ്യമുള്ള എന്താണെന്ന് നമുക്ക് അറിഞ്ഞ് ഓർഡർ പിടിക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 ഐറ്റംസ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ ബാംഗ്ലൂർ അടുത്തുള്ള മാർക്കറ്റുകളിൽ പോയിട്ട് മേടിക്കുക. അതേപോലെ തന്നെ നമ്മുടെ അതിനൊരു നല്ലൊരു കാറ്റലോഗ് സെറ്റ് ചെയ്യുക. വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള PDF കാറ്റലോഗ് സെറ്റ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഗോഡൗൺ രീതിയിൽ അത് നമുക്ക് നമ്മളെ വീടിനോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ ഷോപ്പ് സെറ്റപ്പിലൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള റൂമൊക്കെ എടുത്ത് നമുക്കതിനെ ഒരു ഷോപ്പ് സെറ്റപ്പിലും ഗോഡൗൺ സെറ്റപ്പിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഷോപ്പ് നമ്മൾ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഷോപ്പിൻ്റെ ആദ്യത്തിലുള്ള ഒരു വീഡിയോസും ഫോട്ടോസും നമ്മൾ എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഐറ്റംസുകൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലുള്ള ശേഷമുള്ള നമ്മുടെ ഫിറ്റിങ്സ് ചെയ്തതിന് ശേഷമുള്ള സംഭവത്തിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രീതിയിലുള്ള പ്രമോഷൻസ് നമ്മുടേതായിട്ടുള്ള പേജുകളിലും ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രമോഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ചെറിയ ഓഫറൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ബിസിനസ്സാണ് ഈ പറഞ്ഞ നമ്മൾ എന്താ പറയുക ഈ ഷോക്കേഴ്സ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഐറ്റംസ്, മെറ്റീരിയൽസ് ഡിസ്പ്ലേ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നല്ലൊരു സൂപ്പർ ബിസിനസ്സാണ് എനിക്ക് മനസ്സിലാക്കി കൊടുത്തോളം. അപ്പോൾ ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇതിൽ നമുക്കൊരു നഷ്ടം വരാനില്ല, 100% അല്ല, അതിൻ്റെ 200% ലാഭം കിട്ടുന്ന ബിസിനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കുക, പഠിച്ചു നോക്കുക. നല്ലതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇത് ബിസിനസ് ചെയ്യുന്ന ആളുകളായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളും മനസ്സിലാവും. നല്ല ഹൈ പ്രോഫിറ്റും മാർജിനുള്ള ബിസിനസ്സാണ്. അപ്പോൾ പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.